ഹലോ, സെക്കൻഡ് ഡേ ആണ് കേട്ടോ മൂന്നാറിൽ. ഇന്നാണ് ശരിക്കും നമ്മൾ വട്ടവട ഫുള്ളായിട്ട് കാണാൻ പോകുന്നത്. ഞങ്ങളൊരു ജീപ്പിൽ വട്ടവട ഫുള്ളായിട്ട് കാണാം എന്നുള്ള പ്ലാനിങ് ആണ്. വേണ്ടാന്നുള്ള പ്ലാനുണ്ട്, നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. രാവിലെ 8 മണിക്ക് പോകാനായിരുന്നു പ്ലാന്. പക്ഷേ 8:30 ആയപ്പോഴത്തേനും ഞാനും ഋതിക്കൂട്ടിനും റെഡിയായി. അതിന് മുമ്പേ തന്നെ ജിത്തുവേട്ടൻ റെഡിയായി. ജിത്തുവേട്ടൻ രാവിലെ കുടിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. പിന്നെ അവർ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായൊന്ന് നോക്കാനായിട്ട് പോയിട്ടോ. റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമേ രാവിലെ ഒരു ഫുഡ് റെഡി ആക്കിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ലേറ്റായിട്ടേ പോകുന്നുള്ളൂ. സോ ഞങ്ങൾ രാവിലെ ഇറങ്ങി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇതാണ് മോർണിംഗ് വ്യൂ, പൂൾ റിസോർട്ടിൻ്റെ മോർണിംഗ് വ്യൂ. രാവിലെ വലിയ കോടയൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ, ചിൽഡ് വാട്ടറാണ്. സോ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി. പുട്ടും കടലക്കറിയും ചപ്പാത്തി മുട്ടക്കറി, നല്ല സൂപ്പർ 2 ചായയും. ഇപ്പം ഞാൻ കഴിച്ചപ്പോൾ ജിത്തോട്ടൻ കുഞ്ഞുമായിട്ട് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിത്തോട്ടൻ കഴിച്ചപ്പോൾ ഞാനും അവനുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവൽ ചെയ്തു. ഇതാണ് വട്ടവടയിലേക്കുള്ള ഔട്ട് പോസ്റ്റ്, ഫസ്റ്റ് ഫോറസ്റ്റുകാരുടെ പോസ്റ്റ്. അങ്ങനെ ഞങ്ങൾ വട്ടവട ഔട്ട് പോസ്റ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ എൻട്രി. നമ്മുടെ പൂൾ റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ട്രാവലാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ. നമ്മൾ വട്ടവടയ്ക്കകത്ത് കയറി ഗൈസ്. ആ ഒരു അപശബ്ദം ജിത്തുവേണ്ടിയാണ് കേട്ടോ. ആളങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് കട്ട് ചെയ്തിട്ടു. ഈ 2 സൈഡ് ഫുള്ള് ഫോറസ്റ്റാണ്. നെക്സ്റ്റ് ഔട്ട് പോസ്റ്റ് വരെ, അതുവരെ നമ്മൾ ക്യാമറ വ്യൂസോ ഒന്നും എടുക്കാനോ ഒന്നും പാടില്ല. വ്യൂസ് എടുക്കാം, ഇറങ്ങി നിന്നിട്ട് ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് അവർ ഇൻസ്ട്രക്ഷൻ തരും. നമ്മുടെ വണ്ടിയുടെ പോസ്റ്റ് നമ്പരൊക്കെ അവർ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് കടത്തി വിടുന്നത്, ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ട്. വട്ടവടയിലേക്ക് കയറി കഴിയുമ്പോൾ ആ ഒരു കുറച്ച് ദൂരം നമ്മൾ പോയി കഴിയുമ്പോൾ വരുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഒരു സിംഹവാലങ്കരങ്ങനെയൊക്കെ ഉണ്ടോ. ഇതിനെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ, വേറൊന്നും കണ്ടില്ല. 8:30 ആകുമ്പോൾ വേറെ ഒന്നും കാണാനായിട്ടില്ല. കാരണം ഒരുപാട് വണ്ടി, ബസ്സൊക്കെ പോകുന്നതാണ്, ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഒരുപാട് വണ്ടി പോകുന്നതുകൊണ്ട് എല്ലാം വെള്ളമൊക്കെ വന്ന് കുടിച്ചിട്ട് കയറി പോകുന്നുണ്ടാവും. എന്നാലും നമ്മളെ ഉപദ്രവിക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവർ ഈ ഇൻസ്ട്രക്ഷൻ തന്നിട്ട് നമ്മളെ കയറ്റി വിടുന്നത്. 6 മണി തൊട്ട് 6 മണി വരെ മാത്രമേ ഇതിനകത്തേക്ക് എൻട്രി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. അതിൽ സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് താമസിക്കാം. പിന്നെ ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഒരുപാട് പേര് പോകുന്നുണ്ട്. നല്ല സൂപ്പർ വ്യൂ അല്ലേ. ഞാൻ വട്ടവടയിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന വ്യൂ ഇതാണ് കേട്ടോ. ഈ ഒരു വ്യൂ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അത്രയും ഫോറസ്റ്റിനകത്തൂടെ വന്നിട്ട് പെട്ടെന്നൊരു വെളിച്ചം, അത് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് ഇങ്ങനെ കണ്ട് തോന്നിയിട്ടുള്ളവരൊന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ പോയി. 2 പോസ്റ്റ് തമ്മിൽ വലിയ ദൂരം ഇല്ല, ഒരു കുറച്ച് കിലോമീറ്റേഴ്സേ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള പൈൻ്റെ വ്യൂ, നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ വേറെ ഏതോ രാജ്യത്താണെന്ന് തോന്നും. അതുപോലെ സൂപ്പർ വ്യൂ ആണ്. കണ്ടോ ഈ മരം? ഇത് പൈൻമരമാണോ എനിക്കറിയില്ല, ഇങ്ങനെ നിന്നിട്ടുള്ളത് പൈൻമരം. സോ ഇതിനിടയ്ക്കൂടുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത്, ഒരിക്കലെങ്കിലും നിങ്ങൾ വട്ടവടയ്ക്ക് പോകണം കേട്ടോ. എൻ്റെ അഭിപ്രായമാണത്. നെക്സ്റ്റ് ഔട്ട് പോസ്റ്റിലോട്ടുള്ള ഞങ്ങളുടെ യാത്ര കാർ അവിടെ ഇട്ടിട്ട് ജീപ്പിലാണ് കേട്ടോ പോയത്. അഫോർഡബിൾ പ്രൈസിൽ ജീപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരുപാട് പണി വരും. അതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര ജീപ്പിലാണ്. ചിത്രനും കുഞ്ഞും ഫ്രണ്ടിൽ കയറി. അവൻ നോക്കുക, അമ്മ എന്താ ഞാൻ ഇല്ലാതെ പുറകിൽ പോയിരിക്കണേ. ഞാൻ പുറകിലാണ് കേട്ടോ ഇരുന്നത്. അവനുമായിട്ട് പുറകിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചാട്ടായിരിക്കും. നമ്മൾ വട്ടവട സെക്കൻഡ് ഔട്ട് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ജീപ്പ് അവൈലബിൾ ആണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ജീപ്പ് എടുക്കുന്നതാണ് സേഫ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഫുള്ള് പോയതാണ്. ഈ എൻട്രി ലെവലിലൊക്കെ ഉള്ള റോഡ് പിന്നെയും ബെറ്ററാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ റോഡ് ഇല്ല. ഓഫ് റോഡ് സഞ്ചാരികളാണ് കൂടുതലും ഇവിടെ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനുള്ള റോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നല്ലപോലെ കുറേ ജീപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊരു സഫാരി എടുത്ത് പോകുന്നതാണ് കേട്ടോ നല്ലത്. സോ ഞങ്ങളങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തു ജീപ്പിൽ. ആ ചേട്ടൻ ചന്ദ്രു എന്ന് പറഞ്ഞൊരു ചേട്ടനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ചന്ദ്രു ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വ്യൂ പോയിൻറ്റ്. ഇത് കോവിലൂർ വില്ലേജാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ കാണുന്നത്. ഇത് ഫേമസ് ആയിട്ടുള്ളത് സ്ട്രോബെറി ഫാമിങ്ങിനും അതുപോലെ തന്നെ ടെറസ് ഫാമിങ്, അതിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് ഫുൾ ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു തന്നത് ചന്ദ്രു ചേട്ടനാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തോ, ഞാൻ വീഡിയോസൊക്കെ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. ഇതാണ് ഫുൾ അതിൻ്റെ ഒരു കോവിലൂരിൻ്റെ ഒരു വ്യൂ. ഗ്രാമം 6 ഗ്രാമമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കോവിലൂർ, പഴത്തോട്ടം, ചിലന്തിയാറ, അങ്ങനെ 6 ഗ്രാമങ്ങളുണ്ട്. കൂടാതെ 3 ട്രൈബൽ വില്ലേജുകളും ഉണ്ട്. സോ ഇവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ട് കഴിക്കേണ്ടതാണ് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ടാണ്. നല്ല മധുരമാണ് അതിന്. ഈ കാണുന്നതാണ് കേട്ടോ ട്രൈബൽ വില്ലേജ്.
അവിടേക്ക് പോകാനായിട്ട് കാട്ടിക്കൂടെ പാതയുണ്ട്, അല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സഞ്ചാരമില്ല. ഇതാണ് ചന്ദ്രചേട്ടൻ്റെ ഫാമിലി കേട്ടോ. പോകുന്ന വഴിക്ക് എൻ്റെ ഫാമിലി കാണാമെന്ന് പറഞ്ഞിരുന്നു. നമ്മളെല്ലാവരെയും കണ്ടു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഇത് കഴിഞ്ഞ് ഏപ്രിൽ മെയ്യിൽ അവിടെ കാട്ടുതീ പടർന്നിട്ട് ഫുള്ള് കത്തിപ്പോയതാണ് കേട്ടോ. ഇതെല്ലാം ചേട്ടൻ തന്ന ഇൻഫർമേഷൻസാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്ന ഓരോ കാര്യത്തെക്കുറിച്ചിട്ടും ചേട്ടൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് അഭിമന്യുവിൻ്റെ സ്മാരകം ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ദൂര വ്യൂവിൽ ഇതൊക്കെ കാണിച്ചു തന്നു കേട്ടോ ചേട്ടന്. പിന്നെ വണ്ടി ഭയങ്കര റിസ്കി ഓട്ടമാണ് കേട്ടോ ആ വഴിക്ക്. ചേട്ടൻ നേരത്തെ ഓട്ടോ ഓടിച്ചിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ പിന്നെ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത്. ഞങ്ങളോട് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ടൻ. ഇതുണ്ടോ, റോഡില്ല, ഫുള്ള് കുഴിയാണ് ഈ വഴിക്ക്. ഇത് 2 ലിവറുള്ള ജീപ്പാണ് കേട്ടോ, ഗിയർ സിസ്റ്റമുള്ള ജീപ്പാണ്. അങ്ങനത്തെ ജീപ്പ് ട്രക്കിംഗ് ജീപ്പ് കൊണ്ടേ വരാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളങ്ങനെ ഓരോരോ വ്യൂസ് ഇങ്ങനെ പോയി, ഓരോ വ്യൂ പോയിന്റിൽ പോയി അവിടുന്ന് ഫോട്ടോസ് ഈ വീഡിയോസൊക്കെ എടുക്കണ ചേട്ടനാണ് കേട്ടോ. എൻ്റെ ഫോൺ ഫുള്ളി ഞാൻ ചേട്ടന് കൊടുത്തേക്കായിരുന്നു. ചേട്ടനാണ് അതിൽ വീഡിയോസൊക്കെ എടുത്തത്. ഇവിടെ മെയിനായിട്ട് 6 വില്ലേജാണ് കേട്ടോ. കോവിലൂർ, കൊട്ടക്കമ്പൂർ, ചിലന്തിയാറ്, കടാവരി, വട്ടവട ഗ്രാമം, പിന്നെ ട്രൈബൽ വില്ലേജസ്, അങ്ങനെ 7 ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങളിൽ മൊത്തം 10,000-4,000 ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ചെറിയ എന്നാൽ തമിഴ് ടച്ച് വരുന്ന ഗ്രാമങ്ങളാണ് കേട്ടോ എല്ലാം. എല്ലാത്തിൻ്റെയും വ്യൂസ് കാര്യങ്ങളെല്ലാം ചേട്ടനെടുത്തു. അതുപോലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചേട്ടൻ എനിക്ക് സർപ്രൈസായിട്ട് കുറച്ച് ഊട്ടി പൂ പറിച്ചു തന്നു കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി നനച്ച് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഒറിജിനൽ യൂക്കാലി മരം കണ്ടു. യൂക്കാലി മരത്തിന് വേറൊരു കളറാണ് കേട്ടോ, നമ്മുടെ സാധാരണ പച്ച കളറല്ല, വേറെ കളറാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് കൃഷികളാണ് കേട്ടോ. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്, പിന്നെ ബീൻസ്. എല്ലാം 3 മാസം കൂടുമ്പോൾ വിളവെടുക്കും. നമ്മൾ ഓഗസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ മേടിച്ച് പോരാം. ഇനിയിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓഗസ്റ്റിലാണ് ഈ വിളവെടുക്കുന്നത്. ഇതെല്ലാം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ബീൻസ് എന്ന് പറയുമ്പോൾ ബീൻസ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട്, കമ്പ് കൊടുത്തിട്ട് അതിലിങ്ങനെ പടർത്തി കയറ്റി വിടുക ചെയ്യുന്നത് ബീൻസൊക്കെ. പിന്നെയുള്ളൊരു മെയിൻ കൃഷിയാണ് കേട്ടോ സ്ട്രോബെറി. നമ്മളിത് ഇപ്പോൾ ഒരു സ്ട്രോബെറി തോട്ടത്തിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. നമ്മളിതിലേക്ക് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അവനെ എടുത്തിട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ ചിത്തരോട് പറയായിരുന്നു, വീഴാണെ പിടിച്ചോണേ. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. സ്ട്രോബെറി എങ്ങനെയാണ് മെയിനായിട്ട് കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വൈറ്റ് കവർ വെച്ചിട്ട് അത് മൂടും കേട്ടോ. എന്നാലേ അത് നല്ലപോലെ ഉണ്ടാവുള്ളൂ. പിന്നെ സ്ട്രോബെറിയുടെ ഒരു പ്രത്യേകത നല്ലപോലെ നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അഴുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഫാമിൻ്റെ പ്രത്യേകത ചന്ദ്രചേട്ടൻ പറഞ്ഞത് ഡെയിലി ഫ്രഷ് സ്ട്രോബെറി മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്ക് അത് വൈനിനോ അല്ലെങ്കിൽ ജാമിനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. വൈനും ജാമും അവിടുത്തെ. പക്ഷെ എനിക്ക് ഇവിടുത്തെ വൈൻ കുടിച്ചിട്ട് ഇവിടുത്തെ വൈനിന് കുറച്ച് മധുരം കൂടുതലായിട്ട് തോന്നി കേട്ടോ. പക്ഷേ സ്ട്രോബെറി നല്ല ടേസ്റ്റി സ്ട്രോബെറിയാണ്. ഇത് കുണ്ണും കൊടുത്തു ഞങ്ങൾ. കണ്ട സ്ട്രോബെറി ഉണ്ടോ? ഇത് ചെറിയ കുഞ്ഞ് സ്ട്രോബെറി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ നല്ല പഴുത്ത വലിയ സ്ട്രോബെറി ഉണ്ട്. നല്ല മുഴുത്ത സ്ട്രോബെറിയാണ് കേട്ടോ എല്ലാം. നമ്മൾ നോർമലി കടയിൽ നിന്ന് മേടിക്കണ കുഞ്ഞ് സ്ട്രോബെറി അല്ല, നല്ല മുഴുത്ത സ്ട്രോബെറിയാണ്. ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വരും. അതുപോലെ നമ്മൾ ഋതുക്കുണ്ണ അവിടെ വെച്ച് തന്നെ ഫ്രഷായിട്ട് സ്ട്രോബെറി മേടിച്ച് കഴുകി കഴിക്കാൻ കൊടുത്തു. അവൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി കഴിക്കുന്നത് കേട്ടോ. മുഴുത്ത സ്ട്രോബെറി ആയതുകൊണ്ട് എനിക്ക് കൈ പിടിച്ച് കൊടുക്കാനായിട്ടും എളുപ്പമുണ്ടായിരുന്നു. ആൾ ടേസ്റ്റോടെ അത് കഴിച്ചു കേട്ടോ. പുളി മധുരം എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുക്കാനായിട്ട് പിന്നെ നോക്കുക എന്താ അവൾ തരാത്തേ. ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അത് കാണാനാണ് ഞങ്ങൾ ദേ പോകുന്നത്. കണ്ടോ, ഇതാണ് ഒരു ചെറിയ വാട്ടർഫോൾ. അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒരു ചെറിയ നാരോ റൂട്ടാണ്. പക്ഷെ ഋതുക്കുട്ടൻ ആദ്യമായിട്ട് വെള്ളച്ചാട്ടം കാണണം. അവൻ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇത്ര അടുത്ത് വെള്ളം കണ്ടപ്പം നോക്കിയിരിക്കണം കേട്ടോ. ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാതെ സ്ട്രോബെറി എല്ലാം കൂടെ തിന്ന് നേരത്തെ ഇങ്ങനെ ഫുള്ള് ബീച്ച്. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഫോട്ടോസും വീഡിയോസും ഒക്കെ. നെക്സ്റ്റ് അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഹണി മ്യൂസിയത്തിന് അങ്ങോട്ടാട്ടോ. പക്ഷേ ഹണി മ്യൂസിയത്തിൽ ഞങ്ങൾ കയറിയില്ല. അവിടെ എന്തോ ക്ലാസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും കേൾക്കാനുള്ളൊരു മൂഡിലല്ലാഞ്ഞുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു സ്ട്രോബെറി തോട്ടം ഉണ്ടായിരുന്നു, അവിടെ കയറി കണ്ടു. നിറച്ച് ഡാലിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. 100 രൂപയാണ് അവർ തൈക്ക് തന്നുവിടും. നമ്മൾ മേടിച്ചില്ല, ഇവിടെ വരെ വരുമ്പോഴത്തേക്കും വാടി പോവില്ലേ, അത് കാരണം ഡാലിയ. പിന്നെ വീട്ടിൽ നേരത്തെ ഡാലിയ വെച്ചിട്ടുണ്ട്, ഡാലിയ ഉണ്ടാവും നമ്മുടെ അവിടെയൊക്കെ. ഇതാണ് കണ്ടോ ഒരു തൈകളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം. അത് ഡാലിയ, പല സൈസിലുള്ള ഡാലിയ, ചെറിയ സ്ട്രോബെറിയുടെ കൃഷി അതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയും വൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈൻ മേടിച്ചത് ഇവിടെ നിന്നാണ്.
ഇവിടുത്തെ വൈൻ കുടിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു കിക്ക് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈൻ മേടിച്ചത് ഇവിടുന്ന് വൈൻ മേടിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് റിട്ടേൺ പോന്നു. എല്ലാ വ്യൂ പോയിൻറ്റ്സും ഞങ്ങൾ കവർ ചെയ്തു. ചിലയിടത്തൊക്കെ ഫോട്ടോസ് എടുത്തുള്ളൂ, ചിലയിടത്തെ ഫോട്ടോസ് എടുത്തില്ല. എല്ലാ പഞ്ചായത്തുകളിലെയും വ്യൂ പോയിൻറ്റ്സ് നമ്മൾ കവർ ചെയ്തു. അങ്ങനെ എല്ലായിടവും കണ്ട് സ്ട്രോബെറിയൊക്കെ കണ്ട്. സ്ട്രോബെറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ നല്ല ടേസ്റ്റായിരുന്നു. ഇതാണ് ഡാലിയ, പല കളർ ഡാലിയ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഒരു വട്ടവട ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പ് അവർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് അവിടുന്ന് റിട്ടേൺ പോന്നു. ചന്തുചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ചന്തുചേട്ടൻ തന്നെയാണ് കേട്ടോ എടുത്തുതന്നെ. ഫസ്റ്റ് ഞാൻ അവിടെ കയറി നിന്ന് എൻ്റെ കുറച്ച് മാലാക ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഋതുക്കുട്ടനെയും പിടിച്ചിട്ടും അല്ലാതെയൊക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ജീപ്പിൽ കയറി. ചന്തുചേട്ടൻ കാപ്പി കുടിച്ചിട്ട് വരുന്ന സമയത്തേക്ക് ഋതുക്കുട്ടൻ എൻ്റെ കൂടെ പുറകെ കയറിയിരുന്നു. പിന്നെ ആൾ ഫ്രണ്ടിൽ പോയില്ല. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു യുദ്ധമായിട്ട് തന്നെ പിടിച്ചോളാം പറഞ്ഞു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചന്തുചേട്ടൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ അടിച്ചു, കാറിൽ കയറി. പിന്നെ കുറേ വ്യൂസൊക്കെ കണ്ടിങ്ങ് പോന്നു. തിരിച്ച് വന്ന് വട്ടവട ഔട്ട് പോസ്റ്റൊക്കെ ഇറങ്ങി വീണ്ടും ഞങ്ങൾ ജെയിംസിൻ്റെ ചായക്കട വന്നു. ആ സെയിം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒരു മാഗിയും പറഞ്ഞു, ചായയും പറഞ്ഞു. അപ്പോഴത്തേക്ക് നല്ല മഴയായി. ജെയിംസിനോട് ചായയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല മഴയായി. പിന്നെ ജിത്തോനൊരു വീഡിയോ ഒക്കെ എടുത്തു കടയുടെ. അതുപോലെ ഞാൻ ജിത്തോനോട് പറഞ്ഞിട്ടിരുന്നു ഏത് ചായയാണ് ജെയിംസിട്ട് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കവർ മേടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു. മൂന്നാർ മൗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു പച്ച കളർ, അത് ആ കണ്ടോ, ആ പച്ച കളർ പാക്കറ്റാണ് കേട്ടോ അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ മാഗിയൊക്കെ മേടിച്ചിട്ട് അവിടെ കഴിക്കാൻ നിന്നപ്പോഴത്തേന് കുറേ കുരങ്ങുകൾ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു മാഗി മേടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു മിൽക്കി മിസ്റ്റ് അല്ലല്ലോ, എന്താ പറയുക, മറ്റേ മാൾക്കിസ്റ്റിൻ്റെ മറ്റേ ഓറഞ്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ കുരങ്ങിന് ഫുള്ള് കൊടുത്തു. പക്ഷെ നമ്മളങ്ങനെ കൊടുക്കണത് ജെയിംസിനൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ. കടയിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഞങ്ങളത് ഒരുപാട് എൻകറേജ് ചെയ്തില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ കാറിനകത്തിരുന്ന് മഴ ആയതുകൊണ്ട് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് റിട്ടേണിങ് പോകും. പിന്നെ അങ്ങനെ ജിത്തുവേട്ടൻ നോക്കിയിരുന്ന കാട്ടുപോത്തിനെ ജിത്തുവേട്ടൻ തന്നെ കണ്ടുപിടിച്ചു. ഞാനിത് കണ്ടില്ല, ഭയങ്കര സൂം ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ ഫോട്ടോ എടുത്തേക്കുന്നത്. എങ്ങനെയാണ് ജിത്തുവേട്ടൻ കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ജിത്തുവിന് മറ്റേ കാട്ടുപോത്തിനെ കണ്ടെന്ന് പറഞ്ഞപ്പം ഇല്യൂസ്ട്രേഷൻ ആയിരിക്കും, കാട്ടുപോത്തിനെ കാണണം എന്ന് വിചാരിച്ചിട്ട് സ്വപ്നം കണ്ടതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആൾ ശരിക്കും പോയി കാട്ടുപോത്തിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ കാട്ടുപോത്തിനെയും കണ്ട് സിംഹവാലൻ കുരങ്ങനെയും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഓരോരോ വ്യൂസൊക്കെ കണ്ടെങ്കിൽ പോന്നു. പിന്നെ ഞങ്ങൾ പാലം എടുക്കാറായപ്പോഴാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോന്നു. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. അങ്ങനെ വട്ടവട ട്രിപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം കേട്ടോ. ടാറ്റാ.